Hello friends, welcome to the channel. അപ്പോൾ നമ്മളൊന്ന് പറയുമ്പോൾ നമ്മുടെ SBIയുടെ സിംപ്ലി ക്ലിക്ക് ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഇപ്പോൾ അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഓൾമോസ്റ്റ് സ്ഥിരം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. അതിൽ ഓൾറെഡി ഒരു SBIയുടെ ക്രെഡിറ്റ് കാർഡ് ഓൾറെഡി എൻ്റെ ഉണ്ട്. അതായത് നമ്മുടെ SBIയുടെ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ്. ഇതാണ് നമ്മുടെ SBIയുടെ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ് നമ്മൾ ഓൾറെഡി ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ മോഹം കൊണ്ടാണ് ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് ഓൾമോസ്റ്റ് ഒരു 6 to 7 months ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആക്ച്വലി അന്ന് അപ്രൂവ് ആയത് നമുക്ക് ഒരു 86,000 ലിമിറ്റ് വെച്ചിട്ടായിരുന്നു. അതായത് 86 ആയിരുന്നു. പിന്നെ നമുക്ക് അതിന് ശേഷം നമുക്ക് ലിമിറ്റ് അപ്ഗ്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1,12,000 ആയി നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ കറണ്ട് ലിമിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ഓൾമോസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ നോർമലി 35% ഒക്കെ ഞാൻ മാക്സിമം ലിമിറ്റ് ഉപയോഗിക്കാറുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒരു 30-40 ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് യൂട്ടിലൈസേഷൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സ്കോർ പറയാനും അത് ആക്ച്വലി ഒരു നെഗറ്റീവ് മാർക്ക് ആവാനും ഒക്കെ ബാധകമായിരിക്കും. എന്താ വെച്ചാൽ അത് അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് ലിമിറ്റ് ഇൻക്രീസ് ഓഫറോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് സെപ്പറേറ്റ് ലിമിറ്റ് വെച്ചിട്ടുള്ള സംഭവമൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി പറയട്ടെ, നമ്മുടെ സിംപ്ലി ക്ലിക്ക് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി കിട്ടുന്നത് സെപ്പറേറ്റ് ലിമിറ്റ് ആണ്. അതായത് നോർമലി നമ്മളൊരു ബാങ്കിൻ്റെ രണ്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ ഷെയർ ലിമിറ്റാണ് കിട്ടുക. അതായത് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും, അത് രണ്ട് കാർഡിനും വേണ്ടി യൂസ് ചെയ്ത്, അതായത് നമുക്കൊരു കാർഡ് കൊണ്ട് ആ ലിമിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ കാർഡും യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഷെയർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഇപ്പോൾ എനിക്ക് കിട്ടുന്നത് സെപ്പറേറ്റ് ലിമിറ്റാണ്. അതെങ്ങനെയാ വെച്ചാൽ നമുക്കത് എങ്ങനെയാ വെച്ചാൽ ഞാൻ ആക്ച്വലി ഇവരുടെ കസ്റ്റമർ കെയറും അതുപോലെ തന്നെ അവരുടെ ബ്രാഞ്ച് മാനേജറായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് അപ്ലൈ പ്രൊസീജിയറൊക്കെ സെയിം തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ സെപ്പറേറ്റ് നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഇൻകം പ്രൂഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെപ്പറേറ്റ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഓഫ്ലൈൻ നോർമലി അത് നമ്മൾ ഓൺലൈൻ ചെയ്യുമ്പോൾ നമുക്ക് നോർമൽ പോലെ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ ഓൾറെഡി അപ്ലൈ. പിന്നെ നമുക്കൊരു വേറെ കാര്യം പറയണ്ടത്, നമ്മളൊരു എന്താ പറയുക, ആരെങ്കിലും റെഫറൻസ് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് കയറി അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഓൾറെഡി ഒരു സെക്കൻഡ് കാർഡ് എടുക്കാനാണെങ്കിലോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടൊരു പുതിയ നമ്മുടെ സിംപ്ലി ക്ലിക്ക് കാർഡ് എടുക്കാനാണെങ്കിലും ഞാൻ എന്തായാലും താഴെ ഇടുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ SBI ക്യാഷ് ബാക്ക് കാർഡിൻ്റെ ഇടാം, നമ്മുടെ സിംപ്ലി ക്ലിക്കിൻ്റെ ഇടാം ഡയറക്റ്റ് നമ്മൾ ഇടാം, എന്താ പറയുക, റെഫറൽ ലിങ്ക് ഇടാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ഷെയർ ലിമിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഓൾറെഡി ഉള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ യൂട്ടിലൈസേഷൻ റേഷ്യോ കുറവായിരിക്കണം. അതായത് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ കുറവായിരിക്കണം. അതായത് മിനിമം 40% താഴെ അല്ലെങ്കിൽ 30% താഴെ ആയിരിക്കണം നമ്മുടെ യൂട്ടിലൈസേഷൻ റേഷ്യോ വരുന്നത്. അതിന് മുകളിലാണെങ്കിൽ ഒരു ലിമിറ്റ് ഇൻക്രീസോ നമ്മുടെ എന്താ പറയുക ഒരു സെപ്പറേറ്റ് ഇൻക്രീസ് ഒന്നും കൺസിഡർ ചെയ്യില്ല. അടുത്തത് സിവിൽ സ്കോർ നോർമലി 750 അബോവ് തന്നെ വേണം. സിവിൽ സ്കോർ കുറഞ്ഞിരിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ അത് ഇങ്ങനത്തെ സെപ്പറേറ്റ് ലിമിറ്റ് കിട്ടാനൊന്നും അത് ആക്ച്വലി തടസ്സമാകും. എന്ന് വെച്ചാൽ വേറെ ആഡ് ഓൺ കാർഡ് പോലെ തന്നെ ഷെയർ ലിമിറ്റഡ് ആണെങ്കിൽ നമ്മുടെ സിവിൽ സ്കോർ നോക്കില്ല. എന്ന് വെച്ചാൽ അത് ചെക്ക് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ സിവിൽ സ്കോർ ചെക്ക് ചെയ്യും, അത് വേറെ കാര്യം. അപ്പോൾ പിന്നെ മൂന്നാമത്തെ മെയിൻ കാര്യം നമ്മുടെ സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ സാലറി ഡോക്യുമെൻറ്റ്സ് വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമുക്ക് ലിമിറ്റ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ SBIയുടെ സിംപ്ലി കാർഡ് കിട്ടിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ SBIയുടെ ക്യാഷ് ബാക്ക് കാർഡ് നിങ്ങൾക്ക് ലിമിറ്റ് ഉള്ളത് 1,12,000 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ലിമിറ്റ് കിട്ടിയത് 2 lakh ആണ് ലിമിറ്റ് കിട്ടിക്കുന്നത്. അതായത് ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടിക്കുന്നത് കേട്ടോ. എന്താ പറയുക ക്യാഷ് ലിമിറ്റ് എത്രയോ 20,000 സംതിങ് ആണെന്നുണ്ട് ക്യാഷ് ലിമിറ്റ്. ഞാൻ എന്തായാലും ക്യാഷ് ലിമിറ്റ് നോക്കിയിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നമ്മൾ ATM ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി പണിയാണ്. അതിന് ഇൻട്രസ്റ്റും ഡെയിലി ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ അത് എമർജൻസി സ്റ്റാഫിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഇതുവരെയായിട്ട് ഒറ്റ ക്രെഡിറ്റ് കാർഡിൽ നമ്മുടെ ഇത്രയധികം ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിട്ട് ഞാൻ ഒറ്റ ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ ATM യൂസ് ചെയ്തിട്ടില്ല. എന്താ വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യുന്നതിന് സെപ്പറേറ്റ് കാശ് കൊടുക്കണം. അതുപോലെ തന്നെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ടിൽ നമുക്ക് ഡെയിലി ഇൻട്രസ്റ്റ് കൊടുക്കണം. അത് ഭയങ്കര കത്തി പരിപാടിയാണത്. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ക്യാഷ് ലിമിറ്റ് നിങ്ങൾ കട്ട് ചെയ്ത് കളയാം, അത് ആവശ്യമില്ലാത്തൊരു പരിപാടിയാണ്. അപ്പോൾ അത് എമർജൻസി വേണമെങ്കിൽ മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മുടെ അപ്പുറത്തൊരു പള്ളിയിൽ ഒരു എന്താ പറയുക ഒരു നമ്മുടെ ഇപ്പോൾ ഇതാണല്ലോ ഈസ്റ്ററൊക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു നിങ്ങൾക്ക് ചെറുതായിട്ട് പാട്ടും ചിലപ്പോൾ കേൾക്കണ്ടായിരിക്കും. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം അടച്ചിട്ടുണ്ട്, എന്നാലും ചെറിയ പാട്ട് കേട്ടിട്ട് വരും. അപ്പോൾ ഒന്ന് ശ്രമിക്കാട്ടാ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കണ്ടായിരിക്കും. ഇപ്പോൾ ഒരു എന്താ പറയുക നമ്മുടെ റോട്ടിൽ കൂടെ ഒരു എന്താ പറയുക അവരൊരു ആഘോഷം കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ സൗണ്ട് വരുന്നത്. അപ്പോൾ അത് പ്രത്യേകം ഇതെടുത്ത് പറഞ്ഞു മാത്രം. അപ്പോൾ ഞാൻ എനിക്ക് നമ്മുടെ ഇന്ന് ഉച്ചയ്ക്കാണ്, ഇന്ന് ശരിക്കും നമുക്ക് അറിയായിരിക്കും മുടക്കും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ കയ്യിൽ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആക്ച്വലി ഇവർക്ക് ഇമെയിൽ വഴി നമ്മുടെ ഇൻകം ഡോക്യുമെൻറ്റ്സ് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ നോർമൽ നമ്മുടെ SBI അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഇൻകം ഡോക്യുമെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ആക്ച്വലി ഒരു റെഫറൽ ബേസിസിലാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ട്. അതുകൊണ്ടാണ് നമുക്ക് ആക്ച്വലി അതായത് ഞാൻ ഇന്നലെയാണ് എൻ്റെ KYC ഒന്ന് വീട്ടിലൊന്നും ചെയ്തത്. അതായത് നമ്മൾ വീഡിയോ KYC കാര്യങ്ങളൊന്നും ചെയ്ത് മാനുവൽ KYC ചെയ്ത് അവർ വന്നിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ പാനിൻ്റെ ഒരു കോപ്പി എടുത്തു അവരുടെ ഒരു
ഫോം ഉണ്ട്, അവർ മൊബൈലിൽ തന്നെ ചെയ്യുക, അതിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ആധാർ വെച്ച് സൈൻ ചെയ്താൽ മതി, വേറെ സംഭവമൊന്നുമില്ല. പാട്ടും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എത്രയ്ക്ക് സൗണ്ട് കേൾക്കാൻ വഴിയില്ല വീഡിയോയിലേക്ക്, എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആക്ച്വലി എനിക്ക് പ്രൊസീജിയർ വന്നിട്ട്. ഇന്നലെ ഓൾമോസ്റ്റ് ഒരു 3 മണി 3:30 ആയിട്ടാണ് നമ്മളിത് ചെയ്തത്. ഞാൻ എൻ്റെ എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് ഓൾമോസ്റ്റ് 3 മണി ഇപ്പോൾ നമുക്ക് അപ്രൂവൽ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, എൻ്റെ ഓൾറെഡി നമ്മുടെ SBIയുടെ ക്യാഷ് ബാക്ക് കാർഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ ഫോണിൽ SBI കാർഡ്സിൻ്റെ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഓൾമോസ്റ്റ് അപ്പം തന്നെ ആ മെസ്സേജും കാര്യങ്ങളും 2-3 മെസ്സേജ് വന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ തന്നെ ആ നമ്മുടെ എന്താ പറയുക ആപ്പിലും നമുക്കിത് ഷോ ചെയ്ത് തുടങ്ങി. നമുക്ക് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഇടാം. അതിൻ്റെ നമുക്ക് SBIയുടെ ആപ്പിന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഹോം പേജിൽ തന്നെ നമ്മുടെ കാർഡ് നമ്പർ മുകളിൽ കാണാം. അപ്പോൾ അതിനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാർഡ്സുകൾ ആഡ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ കാണിക്കട്ടെ. അതിലൊരു ആരോ വരുന്നുണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ 2-3 കാർഡ് ഉണ്ടെങ്കിൽ ഓൾറെഡി ഇവിടെ ആരോ വരുന്നുണ്ടായിരിക്കും. അത് നമുക്ക് തുറന്നു നോക്കിയാൽ അടുത്ത കാർഡ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് അപ്പം തന്നെ വേണമെങ്കിൽ പിൻ സെറ്റ് ചെയ്യാം. എനിക്ക് ആക്ച്വലി കാർഡ് വന്നിട്ടില്ല, കാർഡ് ഷിപ്പ് ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. 7 ദിവസത്തിൽ വരുന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. നോർമലി അടുത്ത ആഴ്ച ഷിപ്പ് ആവാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഫുൾ ലീവാണല്ലോ. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ഇനിയിപ്പോൾ അറിയില്ല, ഇനിയിപ്പോൾ ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് ആണോ സർവീസ് എന്നറിയില്ല. ഇവർ പറഞ്ഞേക്കുന്നത് 7 ദിവസം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്നാണ് എനിക്ക് മെസ്സേജ് വന്നേക്കുന്നത്. ബ്ലൂ ഡാട്ടൊക്കെ ആണെങ്കിൽ നോർമലി 2 ദിവസത്തിൽ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വരുമ്പോൾ അതിൻ്റെ വേറെ സംഭവം വേറെ സെപ്പറേറ്റ് ഞാൻ എന്തൊക്കെ അതിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ആണ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ ഓൾമോസ്റ്റ് നമ്മുടെ SBIൻ്റെ കാർഡ്സുകളിൽ പ്രൊമോട്ട് ചെയ്യുന്ന 2 കാർഡുകൾ മാത്രമേ ഉള്ളൂ. SBIയുടെ സിംപ്ലി ക്ലിക്കും അതുപോലെ തന്നെ SBIയുടെ ക്യാഷ് ബാക്കും. എന്താ വെച്ചാൽ ബാക്കിയുള്ള കാർഡുകളൊന്നും ഇവരെ തീരെ വാല്യൂ ഫോർ മണി അല്ലാത്ത കാർഡുകളാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന, നിങ്ങൾക്കറിയായിരിക്കും എല്ലാ ക്രെഡിറ്റ് കാർഡിനും ചാർജുകളുണ്ട്. ലൈഫ് ടൈം ഫ്രീ കാർഡുകളല്ല തരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട്, എൻ്റെ ഓൾമോസ്റ്റ് നമ്മുടെ സിംപ്ലി സേവ് എന്ന് പറഞ്ഞ കാർഡ് എൻ്റെ മുമ്പേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സിംപ്ലി സേവ് കാർഡ്. അതാണ് കണ്ടോ, സിംപ്ലി സേവ് കാർഡാണ്. ഓൾമോസ്റ്റ് എനിക്ക് മുമ്പ് ഇത് ലൈഫ് ടൈം ഫ്രീ ഓഫറായിട്ട് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സിംപ്ലി സേവ് ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ ഇവരുടെ ഈ നമ്മുടെ SBI ക്യാഷ് ബാക്ക് ഓഫേഴ്സ് വരും. നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ആമസോണിലും അതുപോലെ തന്നെ മേക്ക് ട്രിപ്പിലൊക്കെ ഓഫേഴ്സ് വരും SBI കാർഡിന്. ആ സംഭവം ഈ സാധനത്തിൽ കിട്ടില്ല. അപ്പോൾ ഇത് ഒറ്റ ഓഫേഴ്സും കിട്ടില്ല ഈ കാർഡ് കൊണ്ട്, സിംപ്ലി സേവ് എന്ന് പറഞ്ഞ കാർഡ് കൊണ്ട്. അപ്പോൾ നമ്മൾ ആ കാർഡ് നമ്പറിൽ അടിച്ചു കൊടുക്കുമ്പോൾ അതിൽ ദിസ് കാർഡ് ഇസ് നോട്ട് എലിജിബിൾ എന്ന് കാണിക്കുക. അപ്പോൾ പിന്നെ സാധനം ഉപയോഗിച്ച് കാര്യമില്ല. പറയുമ്പോൾ എനിക്ക് ലൈഫ് ടൈം ഫ്രീ കാർഡായിരുന്നു. ഞാൻ മുമ്പ് ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിംപ്ലി സേവ് തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പറയുമ്പോൾ സിംപ്ലി സേവും സിംപ്ലി ക്ലിക്കും സെയിം ചാർജസ് ആണ്. അതായത് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും വരുന്നത് 499 പ്ലസ് GST ആണ് വരുന്നത്. അപ്പോൾ ഇത് എനിക്ക് ആക്ച്വലി ഇപ്പോൾ കിട്ടിക്കുന്നത് ജോയിനിങ് ഫീസ് ഇല്ല കേട്ടോ, ആനുവൽ ഫീസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ആനുവൽ ഫീസ് എന്താ പറയുക വേണമെങ്കിൽ വേവ് ഓഫ് ചെയ്ത് കളയാം. അതായത് നമ്മൾക്ക് ഒരു കൊല്ലം എന്താ പറയുക 1 lakh നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഇത് വേവ് ഓഫ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിന് ആക്ച്വലി 10x വാട്ട് പോയിന്റ്സ് ഒക്കെ നമുക്ക് ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ഈ റീസെൻ്റ്ലി അടുത്തായിട്ട് ആ സംഭവങ്ങളൊക്കെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് അവരുടെ നെറ്റ്മെറ്റ്സ് അതുപോലത്തെ അങ്ങനത്തെ കുറച്ച് ബിഗ് ബാസ്ക്കറ്റ് അങ്ങനത്തെ കുറച്ച് പാർട്ട്നേഴ്സ് മാത്രമേ ഉള്ളൂ. ആമസോണൊക്കെ പോയിട്ടാണ് 10x വാട്ട് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് എന്താ പറയുക 1% ഫ്യൂൽ ചാർജ് വേവ് ഓഫ് ഉണ്ട്. അതല്ല നോർമലി ഇല്ലാത്ത പോലെ തന്നെ. അതുപോലെ തന്നെ പക്ഷേ ഇതിൽ നമുക്ക് എയർപോർട്ട് ലഡ്ജസ് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. നോർമൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു SBIയുടെ ഒരു മെയിൻ ഒരു ബേസിക് ആയിട്ടുള്ള എൻട്രി ലെവൽ ക്യാഷ് ബാക്ക് എന്ന് പറയാൻ പറ്റില്ല, എൻട്രി ലെവൽ ഷോപ്പിംഗ് കാർഡാണ്, ഷോപ്പിംഗ് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ നിങ്ങളൊരു ബേസിക് കാർഡ് അല്ലെങ്കിൽ SBIൻ്റെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ SBIൻ്റെ സിംപ്ലി ക്ലിക്കിൻ്റെ ക്രെഡിറ്റ് കാർഡാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെഫറൽ ലിങ്ക് ഒക്കെ ഞാൻ താഴെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ കയറി അപ്ലൈ ചെയ്യണം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു റെഫറൽ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള അല്ലെങ്കിൽ അപ്രൂവ് ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് നമ്മളത് താഴെ ഇടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് സംഭവങ്ങളൊക്കെ മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ 2ാം ചാനൽ കാണാത്തവരും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത് കാണാം, ബൈ. ഭയങ്കര പരിപാടി നടക്കേണ്ട അവിടെ, ഭയങ്കര പാട്ടൊക്കെ. ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണല്ലോ, അതായിരിക്കും. ഈസ്റ്റർ എന്തായാലും ഞായറാഴ്ച വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് പള്ളിയുണ്ട്, അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ, പള്ളിയുടെ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ട്. റോട്ടിൽ എന്തോ റാലി പോലെ എന്തോ സംഭവം ഉണ്ടെന്നുണ്ട് ഒരു സൈഡ്. അതിനാണ് ഈ പാട്ട് കേൾക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കുന്നതെന്ന് അറിയില്ല, എനിക്ക് ആക്ച്വലി നല്ല അത്യാവശ്യം കേൾക്കുന്നുണ്ട്. അതായത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ജെല്ലും കാര്യങ്ങളൊക്കെ അടച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷേ എനിക്ക് കേൾക്കുന്നുണ്ട്, വീഡിയോയിൽ കേൾക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. എന്ന് വെച്ചാൽ നല്ല ഒരു വലിയ സെറ്റ് വെച്ചിട്ട് പാട്ട് വെച്ചിങ്ങനെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം.